ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴക്ക് കൂടരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും തട്ടലും മുട്ടലും കുഞ്ഞു വഴക്കുകളും ഒക്കെ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ വഴക്കുണ്ടാവുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പല വേർഡ്സാണ് അല്ലെങ്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് പറയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് നഷ്ടമായേക്കാം. കാരണം അത്രയധികം അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ റിലേഷൻഷിപ്പിൽ തുടരാനായിട്ട് മനസ്സ് കാണിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ സാധാരണ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ്. അപ്പോൾ ഉള്ള ആ ഒരു ദേഷ്യത്തിന് പറയുന്നതാണ്. പക്ഷേ നമ്മളെ ദേഷ്യത്തിന് പറയുന്നതാണെങ്കിലും അവരതൊരിക്കലും മറക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതാണെങ്കിൽ, അതായത് നിങ്ങൾ അവരോട് ഇങ്ങനെ പറയാറുണ്ടെങ്കിൽ ഇനി മുതൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരുപാട് ദേഷ്യമായിട്ട്, അതായത് ഒരുപാട് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല തർക്കിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ അവർക്കത് ഭയങ്കര സങ്കടം ഉണ്ടാവും. കാരണം അത്രയും കാലം അവർ സ്നേഹിച്ച്, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളായിരിക്കാം, നിങ്ങളും അതേപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നാകും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതായത് ഇത്രയും കാലം നമ്മൾ അവരെ സ്നേഹിക്കുകയായിരുന്നില്ല എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയും നാൾ ഞാൻ പൊട്ടനോ പൊട്ടി ആവുമായിരുന്നു, എന്നെ കളിയാക്കുമായിരുന്നു, കളിപ്പിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവരെ തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ളത് നമ്മൾ അഭിനയിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും അവരോട് പറയാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റൊരാളെ കണ്ടെത്തും അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കും എന്നുള്ള കാര്യവും നമ്മൾ പറയാറുണ്ട്. ഇതും അവരോട് ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർ കേൾക്കാതിരിക്കുമ്പോൾ, ചെയ്തു തരാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്, ഞാൻ വേറൊരാളെ കണ്ടെത്തും, നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നല്ലൊരാളെ കിട്ടും, ഞാൻ സ്നേഹിക്കും, നോക്കും, ഞാൻ മറ്റൊരാളെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. ഇത് അവർക്ക് തീരെ കഴിവില്ല, അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെയാണ്. ഇൻഡയറക്റ്റ് എന്നും കൂടി പറയാൻ പറ്റില്ല, ശരിക്കും ഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് തീരെ സഹിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്ത വരെന്ന് പറയുന്നത് നിങ്ങൾ വേറൊരാളെ സ്നേഹിക്കും എന്നുള്ളത് തന്നെയാണ്. സോ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും നഷ്ടമാവും, സ്നേഹവും കുറയും എന്നുള്ളതാണ്. അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ എപ്പോൾ കൂടിയോ, നിങ്ങളെ എപ്പോൾ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ജീവിതം ആകെപ്പാടെ പോയി, അതായത് ഞാൻ പെട്ടുപോയതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മളെ എല്ലാ റിലേഷൻഷിപ്പിലും, എല്ലാ ബന്ധങ്ങളിലും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും കഴിയാത്തവരാണെന്നുണ്ടെങ്കിലും വഴക്കുകളൊക്കെ വരാറില്ലേ? രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിജയം ഉണ്ടാവുക നമുക്ക് ആ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിപ്പോൾ ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതേ എൻ്റെ കഷ്ടകാലത്തിനാണ്, ഞാൻ നിങ്ങളുടെ കൂടെ മുതൽ എൻ്റെ ജീവിതം ആകെപ്പാടെ കൊഞ്ഞാട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറയുന്നത് നിർത്തുക. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫേ പോയത്, സോ നിങ്ങൾ തീരെ ഹാപ്പി അല്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒന്നുമില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവും, കുഴപ്പമില്ല, നീ ഹാപ്പി ആകും എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആവും എന്ന് പറയും. അവർ മാനസികമായി അതിന് തയ്യാറെടുക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ബ്രേക്കപ്പ് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ചെറിയൊരു കാര്യം പോലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തകർച്ചയ്ക്ക് കാരണമാകാം എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ് പോലും നമ്മൾ കൊടുക്കാറില്ല, പക്ഷെ എപ്പോഴും കുറ്റപ്പെടുത്തൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കത് വലിയ സുഖമൊന്നും ആയിരിക്കില്ല. ഇപ്പൊ നമ്മളൊരു നല്ലൊരു കോംപ്ലിമെന്റ് കൊടുത്തതിന് ശേഷം അവരെന്തെങ്കിലും കാര്യത്തിന് അവരുടെ ചെറിയ കുറവുകളോ കാര്യങ്ങളോ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുറ്റപ്പെടുത്തരുത്, അതൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്കത് മാനേജ് ചെയ്ത് പോകും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ഇത് നമ്മൾ കോംപ്ലിമെന്റ്സ് ഒന്നും കൊടുക്കുന്നുമില്ല, എല്ലാത്തിനും കുറ്റപ്പെടുത്തൽ മാത്രമാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സന്തോഷമല്ല കൊടുക്കുക, സങ്കടമായിരിക്കും.
അപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരു വെറുപ്പും ഇഷ്ടക്കേടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് പറയുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ആ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വാശിപ്പുറത്ത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അതൊന്നും ഓർക്കുണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നല്ല, അവർക്കത് ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട് ജീവിതാവസാനം വരെ കൂടെ കൊണ്ടുപോകും ആ ഒരു നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അത് നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും നല്ല രീതിയിൽ ബാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് മോശമായിട്ട് നിങ്ങൾക്ക് ആ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മോശമായിട്ടേ ബാധിക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും കുറച്ചുകൂടി നന്നായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ വീഡിയോ തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ ചെറിയൊരു അബദ്ധം കൊണ്ട് പോലും പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടമാവാറുണ്ട്. അപ്പോൾ അത് നഷ്ടമാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഇത് ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്ന വേർഡ്സ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്